ഇതിനകത്തൂടെ ഇറക്കി വിടണം. അപ്പോൾ ഇതാണ്ട് നമുക്ക് ഇന്ന് കുറച്ച് കൊറിയർ അയക്കാനുണ്ട്. ഇപ്പം ചെടികൾ ചോദിച്ചവർക്ക് ഇതാണ്ട് ഇതുപോലെയാണ് അയക്കുന്നത് നമ്മൾ കേട്ടോ. ഇതുപോലെ മണ്ണ് പോകാതെ മണ്ണ് മാറ്റാതെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. ഇത് R2-ന്റെ തയ്യാണ് കേട്ടോ. ഇത് G1-ന്റെ ചെറിയ തയ്യാണ്. ചെറിയ തയ്യേ ഉള്ളൂ ഇപ്പം. അപ്പോൾ ഇതിങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ റെഡ് ഹൈബ്രിഡ് സ്കാർലറ്റൊക്കെ ഉണ്ട്. അപ്പം കൊറിയർ ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത ശേഷമുള്ള രീതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ 2 പ്ലാന്റ് നമ്മൾ ഒരുമിച്ച് അയക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പ് എടുത്തിട്ട് ഇതുണ്ട് ഇതിനകത്തൂടെ ഇറക്കി വിടണം. എന്നിട്ട് ആ മണ്ണ് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇൻസുലേഷൻ ടേപ്പ് ഇട്ടേക്കുന്നത്. ഇതുണ്ട്, ഇതിട്ടു ഈ പൊക്കത്തിൽ നമ്മൾ ഈ കമ്പങ്ങ് മുറിക്കും. ടേപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ രീതിയിൽ ഒട്ടിക്കും. നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടണം. ഇതുണ്ട്, ഇതുപോലെ ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഈ കമ്പുള്ളതുകൊണ്ട് ചെടി മുകളിലോട്ട് പോവുകയല്ല. ഇനി നമ്മളിതൊന്ന് ചുറ്റുക. നമ്മൾ വേണ്ടേ ഇവിടെ കഴിഞ്ഞു. ഈ മോൾ വശം നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പം നല്ല രീതിയിൽ ഇനി നമുക്ക് ഇപ്പം ഇതിന്റെ ചോട് ഇങ്ങനെയാണ്. നമ്മൾ തല തിരിച്ച് വെച്ചാലും ഇത് കേട്ടോ താഴെ പോയി, കാരണം കമ്പുള്ളത് കൊണ്ടാണ് അവിടെ ഇരുന്നോളൂ. ഒന്ന് ചുറ്റുക. നമ്മുടെ ഇതാണ്ട് പാക്കിങ് കഴിഞ്ഞ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി അഡ്രസ്സും കൂടെ ഒട്ടിച്ചാൽ മതി. ഇപ്പം 2 പ്ലാന്റാണ് നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം നടുക്കും കൂടെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇത്രയുണ്ട് നമുക്ക് ഇന്ന് കൊറിയർ ചെയ്യാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ജബോട്ടിക്കാബയുടെ പ്ലാന്റുകൾ ഇതുപോലെ കൊറിയർ ആയിട്ട് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.